കണ്ണൂരിലെ ഒരു പ്രശസ്ത നൃത്ത സ്ഥാപനമാണ് നാട്യാഞ്ജലി നടനഗ്രഹം എന്നുള്ള ഒരു നൃത്ത സ്ഥാപനം. അവിടുത്തെ ഒരു അധ്യാപകനും അതുപോലെ നർത്തകിയും ആണ് മിസിസ് അഞ്ജലി. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു നൃത്ത സ്ഥാപനത്തിന് നാട്യാഞ്ജലി അവാർഡ് 2026 എന്നുള്ള പേരിൽ നമ്മുടെ കേരളത്തിലെ ശാസ്ത്രീയ നർത്തകലകളിൽ പ്രാമുഖ്യം നേടിയിട്ടുള്ള അവർക്ക് ഓരോ പുരസ്കാരങ്ങൾ നൽകി നമ്മൾ ആദരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. ഇത് തോട്ടടയിൽ വളരെ ചെറിയൊരു ഹാളിൽ നടത്തിയിരുന്നൊരു സ്ഥാപനം ഒരു വലിയൊരു വിശാലമായൊരു ഹാള് കിട്ടി അവിടെ മാറുന്ന ഒരവസരത്തിലാണ് ഈ ഒരു പുരസ്കാര നിർണയം കൂടി നമ്മൾ നാട്യാഞ്ജലി നടനഗ്രഹം എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. ഈ ഒരു പുരസ്കാര സമർപ്പണത്തിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്ന വളരെ പ്രഗത്ഭരായ 2 വ്യക്തികളാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും അതുപോലെ തന്നെ പത്മശ്രീ സദനം ബാലകൃഷ്ണൻ അവർകളും. നമ്മളിതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ കേരളത്തിൽ അറിയപ്പെടുന്ന നൃത്ത വാദ്യ സംഗീത കലകളിലെ പ്രഗത്ഭരെയാണ്. അതിൽ നമ്മൾ സംഗീതത്തിന് വേണ്ടി പുരസ്കാരം നൽകിയിരിക്കുന്നത് കണ്ണൂരിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു സംഗീത വിദ്വാനാണ് ശ്രീ പ്രേംരാജ് അവർ. അതുപോലെ മോഹിനിയാട്ടത്തിന് അതും അവർ നർത്തകിയും ഒരു വലിയൊരു പ്രതിഭയുമാണ് നാട്യകലാനിധി കലാവതി ടീച്ചർ. കണ്ണൂരിൽ തന്നെ ഉള്ളൊരു പ്രഗത്ഭയായ മോഹിനിയാട്ട നർത്തകി കൂടിയാണ്. കേരള നടനത്തിന് വേണ്ടി തിരുവനന്തപുരം സോതിരുന്നാൾ സംഗീത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രാജി സുഗിനെയാണ് നമ്മൾ കേരള നടനത്തിൻ്റെ പുരസ്കാരത്തിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുച്ചിപ്പുടിയിൽ കോഴിക്കോട് നിന്നുള്ള ബിജുല ബാലകൃഷ്ണൻ കേരള സംഗീത നാടക അക്കാദമി അവാർഡിയാണ്. അതുപോലെ ഭരതനാട്യത്തിന് VP മൻസിയ ഒരു പ്രശസ്തയായ നർത്തകിയാണ്, ഭരതനാട്യ നർത്തകിയാണ്. ഇത്രയും പേരെയാണ് ഞങ്ങൾ ഈ ഒരു നാട്യാഞ്ജലി അവാർഡ് 2026 എന്നുള്ളൊരു പരിപാടി നാളെ 8 മണിക്ക് തോട്ടട ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി. അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത്.